നൈൽ നദിയുടെ തീരത്ത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യചരിത്രത്തിലെ ഏറ്റവും മഹത്തായ നാഗരികതകളിലൊന്ന് ജനിച്ചു. അതായിരുന്നു പുരാതന ഈജിപ്ത്. ഈജിപ്തിന്റെ നൈൽ നദീതീരത്താണ് ഈജിപ്ഷ്യൻ സംസ്കാരം വളർന്നു വന്നത്. കൃഷിയായിരുന്നു അവരുടെ ജീവിതത്തിന്റെ അടിത്തറ. ലോകത്തിലെ ആദ്യകാല ലിഖിത ഭാഷകളിൽ ഒന്നായ ഹൈറോഗ്ലിഫിക് ലിപി ഇവിടെ വികസിച്ചു. ചിത്രങ്ങളും ചിഹ്നങ്ങളും ഉപയോഗിച്ച് ആശയങ്ങളും ശബ്ദങ്ങളും രേഖപ്പെടുത്തി. പാപ്പിറസ് ചെടിയുടെ ഇലയാണ് അവർ എഴുതാനായി ഉപയോഗിച്ചിരുന്നത്. പാപ്പിറസിൽ രേഖപ്പെടുത്തിയ ഈ എഴുത്തുകളാണ് ഇന്ന് പുരാതന ഈജിപ്തിന്റെ ചരിത്രം നമ്മെ അറിയിക്കുന്നത്. ശവകുടീരങ്ങളിലും സാർക്കോഫാഗസുകളിലും രേഖപ്പെടുത്തിയ ലിപികൾ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള അവരുടെ വിശ്വാസങ്ങളെ പ്രകടിപ്പിച്ചു. സൂര്യനെ അടിസ്ഥാനപ്പെടുത്തി ഒരു കലണ്ടർ പുരാതന ഈജിപ്തുകാർ തയ്യാറാക്കിയിരുന്നു. സൂര്യന്റെ ഗതിയാണ് അവരുടെ സമയകണക്കാക്കലിന്റെ അടിസ്ഥാനമായിരുന്നു. ഒരു വർഷത്തെ 365 ദിവസങ്ങളായി വിഭജിച്ചു. ഒരു മാസത്തെ 30 ദിവസം വീതം ഇവർ ക്രമീകരിച്ചു. ബാക്കി വരുന്ന 5 ദിവസങ്ങൾ അവർ ആഘോഷങ്ങൾക്ക് മാറ്റിവെച്ചു. ത്രികോണം, ചതുരം പോലുള്ള ആകൃതികളുടെ വിസ്തൃതി കണക്കാക്കാൻ പുരാതന ഈജിപ്തുകാർക്ക് അറിയാമായിരുന്നു. ഗണിതശാസ്ത്രത്തിൽ അവർ മികച്ച അറിവ് നേടിയിരുന്നു. പുരാതന ഈജിപ്തിലെ രാജാവായിരുന്നു തൂത്തൻഖാമൻ. അക്കാലത്ത് ഈജിപ്തിയിലെ രാജാക്കന്മാർ ഫറവോ എന്ന പേരിലാണ് അറിയപ്പെടുത്തിയിരുന്നത്. മൃതശരീരം കേടുകൂടാതെ സൂക്ഷിക്കുന്ന പ്രത്യേക രീതി ഈജിപ്തിലുണ്ടായിരുന്നു. ഇങ്ങനെ സൂക്ഷിച്ചിരുന്ന മൃതശരീരം മമ്മി എന്നാണ് അറിയപ്പെടുന്നത്. മമ്മികൾ സൂക്ഷിച്ചിരുന്ന വലിയ ശവകുടീരങ്ങളായിരുന്നു പിരമിഡുകൾ. ഇന്നും ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന മഹത്തായ ശിലാനിർമ്മിതികളാണവ. മനുഷ്യമുഖവും സിംഹശരീരവുമുള്ള സ്ഫിങ്സ് വിഗ്രഹങ്ങൾ ശവകുടീരങ്ങളെ സംരക്ഷിക്കാൻ നിർമ്മിക്കപ്പെട്ടു. വിദേശാക്രമണങ്ങൾ ഈജിപ്തിനെ ദുർബലമാക്കി. അസീരിയരും പർഷ്യരും പിന്നീട് അലക്സാണ്ടറും റോമൻ സാമ്രാജ്യവും ഈജിപ്തിനെ കീഴടക്കി. നൈൽ നദിയിലെ മാറ്റങ്ങൾ കൃഷിയെ ബാധിച്ചു. സാമ്പത്തിക തകർച്ച രാജ്യത്തെ കൂടുതൽ ദുർബലമാക്കി. ദേശഭരണവും സംസ്കാരമാറ്റങ്ങളും പഴയ ഈജിപ്ഷ്യൻ പാരമ്പര്യത്തെ മാറ്റിമറിച്ചു. ഇങ്ങനെ ആയിരക്കണക്കിന് വർഷങ്ങൾ നീണ്ടുനിന്ന മഹാത്മായ സംസ്കാരം ചരിത്രത്തിലേക്ക് ലയിച്ചു. നൈലിന്റെ കരയിൽ ആരംഭിച്ച ഈജിപ്ത് നാഗരികത ആയിരക്കണക്കിന് വർഷങ്ങൾക്കിപ്പുറവും മനുഷ്യചരിത്രത്തെ പ്രകാശിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു.